ലൈംഗിക ബന്ധത്തിൽ സ്ത്രീകൾക്ക് രതിമൂർച്ചയുണ്ടായോ ഇല്ലയോ എന്ന് പുരുഷന്മാർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരുടെ രതിമൂർച്ച എന്ന് പറയുന്നത് അവരുടെ ശുക്ലവിസർജനത്തോടൊപ്പം സംഭവിക്കുന്ന ഒന്നാണ്. അതായത് ഇത് വളരെ പ്രകടമായിട്ട് കാണുവാൻ സാധിക്കുന്ന ഒന്നാണ്. എന്നാൽ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവിടെ ഒരു സമാനമായ ശുക്ലവിസർജനം സംഭവിക്കാത്തത് കൊണ്ട് തന്നെ പല സ്ത്രീകൾക്കും ആ നടക്കുന്ന ലൈംഗിക ബന്ധത്തിനിടയിൽ താല്പര്യം നഷ്ടപ്പെടുകയാണെങ്കിൽ ആ താല്പര്യമില്ലായ്മ മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഒരു രതിമൂർച്ചയിൽ എത്തിയതായിട്ട് അവർക്ക് അഭിനയിക്കാൻ പറ്റും. ഇത് ഒട്ടുമിക്ക പുരുഷന്മാർക്കൊട്ടും മനസ്സിലാകത്തുമില്ല. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഫേക്കിംഗ് ഓർഗാസം. അപ്പോൾ പിന്നെ പുരുഷന്മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും അവരുടെ പങ്കാളികൾ യഥാർത്ഥത്തിൽ രതിമൂർച്ചയിൽ എത്തിയോ എന്നും അവർ രതിമൂർച്ച അഭിനയിക്കുകയല്ല എന്നുമൊക്കെ? അതിനെ സഹായിക്കുന്ന 5 അടയാളങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും നോൺ മെഡിക്കൽ സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ട ഒരു പ്രായോഗിക ലൈംഗിക അറിവ് ഇന്നും ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന വിഷയമല്ല. പക്ഷേ അതവർ ജനങ്ങളോടൊട്ട് തുറന്ന് സമ്മതിക്കത്തുമില്ല. അങ്ങനെ ഇവരെ വിശ്വസിച്ച് അവരുടെ അടുക്കൽ ലൈംഗിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ വരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെയാണ് ഇന്ന് കുളമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കി അവർ പുറത്തു പറയാൻ മടി കാണിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങൾ നാണക്കേടോ കുറ്റബോധമോ അപമാന ഭയമോ ഒന്നും കൂടാതെ സ്വകാര്യതയിൽ സുരക്ഷിതമായിട്ട് മരുന്നുകളൊന്നും കൂടാതെ പരിഹാരം കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മറ്റുള്ളവരിൽ എത്തിക്കാൻ പരമാവധി സഹായിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പങ്കാളി രതിമൂർച്ചയിലെത്തിയെന്നും അവർ രതിമൂർച്ച അഭിനയിക്കുകയല്ല എന്നുമൊക്കെ ഉറപ്പിക്കുന്ന 5 അടയാളങ്ങൾ. നമ്പർ 1, മസിൽ കൺട്രാക്ഷൻ. പഠനങ്ങൾ വ്യക്തമാക്കുന്നത് സ്ത്രീകൾ രതിമൂർച്ചയിലെത്തുമ്പോൾ അവരുടെ പെൽവിക് ഫ്ലോർ പേശികൾ, അതായത് അരക്കെട്ടിന് താഴെയുള്ള മസിൽസുകൾ സങ്കോചിക്കും എന്നാണ്. ലൈംഗികതയിൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ അവരറിയാതെ തന്നെ സ്വയം സങ്കോചിക്കുന്ന ഒരു ഭാഗമാണ് ഈ അരക്കെട്ടിന് താഴെയുള്ള പെൽവിക് ഫ്ലോർ ഏരിയ. രതിമൂർച്ചാ സമയത്ത് യോനി ഭാഗത്തും മലാശയ ഭാഗത്തും ഒക്കെയുള്ള പേശികൾ തുടർച്ചയായിട്ട് സങ്കോചിക്കുകയും വികസിക്കുകയും ഒക്കെ ചെയ്യും. ഈ രതിമൂർച്ചയുടെ സമയത്ത് കൈകൾ കൊണ്ട് കിടക്കയിൽ മുറുകെ പിടിക്കുന്നതും ശരീരം പുറകോട്ട് വില്ലുപോലെ വളയുന്നതുമൊക്കെ ഈ രതിമൂർച്ചയുടെ പാരമ്യതയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പല സ്ത്രീകളും ലൈംഗിക ആസ്വാദനത്തിൻ്റെ ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ സെക്സിനിടയിൽ ലൈംഗിക ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. ഇനി നമ്പർ 2, ഹാർട്ട് ബീറ്റ് ആൻഡ് ബ്രീത്തിങ് പാറ്റേൺ. രതിമൂർച്ചയുടെ വക്കിലെത്തുമ്പോൾ ഒരു സ്ത്രീയുടെ ശ്വാസത്തിൻ്റെ വേഗതയും ഹൃദയമിടിപ്പുമൊക്കെ വർദ്ധിക്കും. പക്ഷേ എങ്ങനെയാണ് സെക്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയുടെ ഹൃദയമിടിപ്പിൻ്റെ വേഗത വർദ്ധിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റുക? അതിന് ഒരു എളുപ്പമാർഗമുണ്ട്. നിങ്ങളുടെ പങ്കാളിയുടെ നെഞ്ചിൻ്റെ ഇടതുഭാഗത്തായിട്ട് കൈകൾ കൊണ്ട് ഇങ്ങനെ വെക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഹൃദയമിടിപ്പ് വർദ്ധിച്ചതായിട്ട് കേൾക്കുവാനും ഫീൽ ചെയ്യാനും ഒക്കെ പറ്റും. അതിനോടൊപ്പം തന്നെ നിങ്ങൾ അവരുടെ ശ്വാസത്തിൻ്റെ വേഗതയും കൂടെ ശ്രദ്ധിക്കുക. ശ്വാസത്തിൻ്റെ വേഗത കൂടുന്നത് അവർ രതിമൂർച്ചയുടെ വക്കിൽ എത്താറായി എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമ്പർ 3, ഷീ ഗ്രാബ്സ് ദ ഷീറ്റ്സ് ആൻഡ് ഹെർ ലെഗ്സ് സ്റ്റാർട്ട്സ് ഷെയ്ക്കിംഗ്. ചില സ്ത്രീകൾ രതിമൂർച്ചയിലെത്തുമ്പോൾ അവർക്ക് അവരെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഈ തലയിണയിലും ബെഡ്ഷീറ്റിലുമൊക്കെ അവർ ഇറുക്കെ പിടിക്കുന്നത്. അതിനോടൊപ്പം തന്നെ അവരുടെ കാലുകൾ ഇടറുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യും. ഒരു സ്ത്രീയുടെ കാലുകൾ ഇടറുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പങ്കാളി ഒരു രതിമൂർച്ചയുടെ വക്കിൽ എത്തി എന്ന് തന്നെയാണ്. ഇനി നമ്പർ 4, ഷീ ഹാസ് ദ സെക്സ് ഫ്ലഷ്. എന്താണ് ഈ സെക്സ് ഫ്ലഷ് എന്ന് പറയുന്നത്? ഇത് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ ശരീരത്തിലെ രക്തക്കുഴലുകൾ വികസിക്കുകയും രക്തഓട്ടം വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ നിറമാറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമുള്ളത് വെളുത്ത ചർമ്മമുള്ള സ്ത്രീകളിലാണ്. ഒരു സ്ത്രീ രതിമൂർച്ചയുടെ വക്കിലെത്തുമ്പോൾ അവരുടെ ചർമ്മത്തിൻ്റെ നിറം, അതായത് അവരുടെ മുഖത്തിൻ്റെയും മുലകളുടെയും കൈകളുടെയും ഒക്കെ നിറം കടും ചുവപ്പായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ ഒരു നിറവ്യത്യാസം സ്ത്രീകളുടെ വൾവയുടെ ഭാഗമായ ലേബിയയിലും സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമല്ല എങ്കിൽ പോലും ഈ ഒരു നിറവ്യത്യാസവും സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ രക്തഓട്ടം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇനി നമ്പർ 5, ഷീ ടെൽസ് യു. ഈ രതിമൂർച്ച എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരമാസകലം ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് അത് സംഭവിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് ഉറപ്പായിട്ടും മനസ്സിലാകും. അവരത് നിങ്ങളോട് പറയുകയും ചെയ്യും.
അപ്പോൾ അവരുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. വേറൊരു കാര്യം, ഒരു സ്ത്രീ ലൈംഗിക പ്രവൃത്തിക്ക് എത്രത്തോളം മാനസികമായിട്ട് തയ്യാറായി എന്നതിനെയും ആശ്രയിച്ചിരിക്കും അവരൊരു രതിമൂർച്ചയിൽ എത്തുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുവാൻ. അതുകൊണ്ടാണ് ഈ ഫോർ പ്ലേക്കും ഫ്ലേർട്ടിങ്ങിനുമൊക്കെ സ്ത്രീകളിൽ വളരെയധികം പ്രാധാന്യം ഉണ്ടാകുന്നത്. ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.